ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചൈനയിൽ എന്താണ് സംഭവിക്കുന്നത്? ചൈനയിൽ ഷീ ജിൻപിങ്ങിന്റെ സിംഹാസനം കുലുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഈ റിപ്പോർട്ട് പുറത്തു വന്നതേ ഉള്ളൂ. നമ്മുടെ കേരളത്തിലെ പല മാധ്യമങ്ങളും ഷീ ജിൻപിങ് മരിച്ചു എന്നൊക്കെ പറഞ്ഞ് വാർത്ത അടിക്കുന്നുണ്ട്. ഷീ ജിൻപിങ് മരിച്ചു, ഇനിയില്ല ഷീ ജിൻപിങ് എന്നൊക്കെ പറഞ്ഞു. ഷീ ജിൻപിങ് മരിച്ചു, ഇനിയില്ല ഷീ ജിൻപിങ്, ഷീ ജിൻപിങ്ങിന് ക്യാൻസർ ആണ്, ഷീ ജിൻപിങ്ങിന് ചോര ഛർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞ്, പിന്നെ റോബിൻ രാധാകൃഷ്ണനല്ലേ ഷീ ജിൻപിങ് ചോര ഛർദ്ദിക്കുന്ന വീഡിയോ ഒക്കെ പുറത്തിടാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് പല ദൃശ്യങ്ങളും ഇപ്പോൾ പല മാധ്യമങ്ങളും അടിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഇയാൾക്ക് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. കാരണം ചൈന എന്ന് പറയുന്നത് ആ സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് മേൽ പോലും സ്റ്റേറ്റിന്റെ സർവൈലൻസ് ഉള്ള ഒരു രാജ്യമാണ്. അവിടെ ആർക്കും സ്വാതന്ത്ര്യവും ഇല്ല, ഒന്നുമില്ല. പിന്നെ ചൈനയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഞാൻ സന്തോഷപൂർവ്വം അങ്ങനെ പറഞ്ഞത് കേട്ടത് എന്ന് പറഞ്ഞാൽ, അവരുടെ രാജ്യത്തെ ജനങ്ങൾക്ക് അവർ വാരിക്കോരി എന്ത് കൊടുക്കും. മദ്യത്തിന് മദ്യം, എന്റർടൈൻമെന്റ്, അങ്ങനെ പല കാര്യങ്ങളും കൊടുക്കും. ആകെപ്പാട് അവർക്കൊരു കണ്ടീഷനേ ഉള്ളൂ, പൊളിറ്റിക്സിലൊന്നും കയറി ഇടപെട്ട് കളയരുത്. പൊളിറ്റിക്സിലൊക്കെ കയറി ഇടപെട്ട് കഴിഞ്ഞാൽ ജാക്ക് മായുടെ അവസ്ഥ നിങ്ങൾക്ക് വരും. ജാക്ക് മാ എന്ന് പറയുന്ന ഒരു ബില്യനെയർ അവിടെ ഉണ്ടായിരുന്നല്ലോ. ആ ബില്യനെയർ അവിടെ അയാൾ വലിയ സംഭവമായിരുന്നു. അയാൾ ആമസോണിന്റെ തലവനായിട്ടുള്ള ജെഫ് ബെസോസിന്റെ കൂടെയൊക്കെ കയറി ഇരുന്ന് വലിയ വായ്ത്താളം അടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് പൊളിറ്റിക്കലി എന്തോ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. പിന്നെ 3-4 മാസം ഇയാളെ കണ്ടില്ല. അപ്പോഴും ഇതുപോലെ നമ്മുടെ കേരളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തായിരുന്നു. 4-ാമത്തെ മാസം അയാൾ തിരിച്ചു വന്നു. മുഖമൊക്കെ വീങ്ങിയിരിക്കുന്നു. എന്താണെന്ന് എനിക്കറിയില്ല. നല്ല ഇടി കൊടുത്ത് വിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇപ്പം അളിയൻ അവിടെ സ്വസ്ഥമായിട്ടും സന്തോഷമായിട്ടും ഇതിലൊന്നും ഇടപെടാതെ മാനമര്യാദയ്ക്ക് ജീവിച്ചു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് കം ബാക്ക് ടു ഷീ ജിൻപിങ്. അപ്പോൾ ഈ ഷീ ജിൻപിങ്ങിന്റെ സിംഹാസനം കുലുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. ഇയാളെ ഇപ്പൊ കാണാനൊന്നുമില്ല. ഇയാളിപ്പോ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. എന്തോ അസുഖമാണെന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. മേരിച്ചു എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ചൈനയിൽ അധികാര കൈമാറ്റം നടക്കുന്നുണ്ട് എന്ന റിപ്പോർട്ട് ഔദ്യോഗികമായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. അത് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇത് വെച്ച് നമുക്ക് പല അഭ്യൂഹങ്ങളും നടത്താം. അധികാര കൈമാറ്റം നടക്കുന്നു എന്ന് പറയുമ്പോൾ 13 കൊല്ലമായിട്ട് ഇയാളാണ് അവിടെ ഒരു സ്വേച്ഛാധിപതിയായിട്ട് ഭരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇയാളുടെ മരണം വരെയും ഇയാളായിരിക്കും അവിടുത്തെ ഭരണാധികാരി. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. റഷ്യയിലെ പ്രസിഡന്റ് പുടിൻ മരണം വരെ പുടിൻ അവിടുത്തെ പ്രസിഡന്റ് തന്നെ ആയിരിക്കണം. ഇതിന്റെ ഇടയിൽ ഗോർബച്ചേവിനെ പോലെ ഒരു മണ്ടം വന്നു കഴിഞ്ഞാൽ തീർന്നു. റഷ്യ അപ്പൊ തകർന്ന് തരിപ്പണമായി താഴെ പോകും. അങ്ങനെ വരാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് ജനങ്ങൾ അവിടെ ജീവിച്ചു പോകുന്നത്. അപ്പോ ഇവിടെ ഈ പിങ് അവിടെ മരണം വരെയും പ്രസിഡന്റ് ആയിരിക്കും. പക്ഷെ ഇപ്പോ വരുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് അവിടെ അധികാര കൈമാറ്റം നടക്കുന്നു എന്നുള്ളതാണ്. പാർട്ടിയുടെ വിവിധ വകുപ്പുകളുമായും സംഘടനകളുമായും ഇയാൾ തന്റെ അധികാരം പങ്കിടുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് വലിയ റിപ്പോർട്ടാണ്. ചൈനയെ സംബന്ധിച്ച് ഒരു സ്വേച്ഛാധിപതി ഭരിക്കുമ്പോൾ, സ്വേച്ഛാധിപതി എന്ന് പറഞ്ഞാൽ അധികാരങ്ങളെല്ലാം തന്റെ കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് സ്വേച്ഛാധിപതി. അധികാരം കൈമാറുന്നു എന്ന് പറയുമ്പോൾ പുള്ളിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ്. വയ്യായിരിക്കും ഇത്രയധികം എന്താ പറയുക ദുഷ്ടതകൾ കാട്ടിക്കൂട്ടിയതല്ലേ, വലിച്ചു കിടക്കണായിരിക്കും ചിലപ്പോൾ. എന്തായാലും ഭരണകക്ഷിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രധാന സംഘടനകൾക്ക് ചില അധികാരങ്ങൾ കൈമാറാൻ തുടങ്ങിയിരിക്കുന്നത്. ഇതാണ് ഏറ്റവും വലിയ പോയിന്റ് ഇതിൽ. അതായത് ഭരണകക്ഷിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സംഘടനകൾക്ക് അധികാരം കൈമാറുന്നു. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നത്, അവർക്ക് ഇപ്പോഴാണ് ഇയാൾ അധികാരം കൈമാറി തുടങ്ങുന്നത്. 12 വർഷത്തിലേറെ നീണ്ടുനിന്ന അദ്ദേഹത്തിന്റെ ഭരണത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഈ തീരുമാനം നമ്മൾ നോക്കുമ്പോൾ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ അവിടെ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഭരണകക്ഷിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന CPC 24-അംഗ പൊളിറ്റിക്കൽ ബ്യൂറോ ജൂൺ 30 നടന്ന യോഗത്തിൽ പാർട്ടിയുടെ പ്രവർത്തന നിയമങ്ങൾ അവലോകനം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഷീ ജിൻപിങ്ങിന്റെ അധികാര കൈമാറ്റത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ ശക്തമായിട്ടുണ്ട്. 2027 അടുത്ത 5 വർഷത്തേക്ക് CPC കോൺഗ്രസ് നടക്കാനിരിക്കുകയാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. പുതിയ നിയമങ്ങൾ പ്രകാരം പല പാർട്ടികളിൽ നിന്നുമുള്ള നിരവധി സംഘടനകൾക്ക് പുതിയ അവകാശങ്ങൾ അവിടെ ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ചൈന? ഇവിടെ 2013 ചൈനയുടെ ഷീ ജിൻപിങ് കയറുന്നതിന് മുമ്പ് അവരുടെ ഒരു ലാസ്റ്റ് പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അപ്പോ അദ്ദേഹം പുറത്തു പോയതും സമാനമായ സാഹചര്യത്തിലാണ്. അദ്ദേഹത്തെ പുറത്താക്കിയതായിരുന്നു പാർട്ടി. അപ്പോ അദ്ദേഹം പോയപ്പോഴും അന്നത്തെ ചൈനീസ് മാധ്യമങ്ങൾ പറഞ്ഞത് പ്രായാധിക്യമായി രോഗാതുരനായതുകൊണ്ടാണ് പോയതെന്ന്. അതിനുശേഷം വന്ന ആളാണ് ഷീ ജിൻപിങ്. അപ്പം അന്ന് അദ്ദേഹത്തെ പുറത്താക്കാനായിട്ട് നേതൃത്വം കൊടുത്തിരുന്ന ഒരു വ്യക്തികളിൽ ഒരാളായിരുന്നു ഷീ ജിൻപിങ്. അപ്പൊ അദ്ദേഹമാണ് വീണ്ടും വന്നിരിക്കുന്നത്. പക്ഷെ ആ ഒരു കാലഘട്ടം വീണ്ടും ആവർത്തിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ആ സീനുകൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു എന്നൊരു ചോദ്യം ലോകത്തിന് മുമ്പിലുണ്ട്. അന്ന് അദ്ദേഹത്തെ പുറത്താക്കുന്നു. അതുപോലൊരു നീക്കം നടന്നോ എന്നറിയില്ല. പക്ഷെ അവിടെ സൈനിക തലത്തിലൊക്കെ ചില കമാൻഡർമാരെ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ പിരിച്ചുവിട്ടിരുന്നു. ചിലരെ കാണാനില്ല എന്നുള്ള വാർത്തകളും പുറത്തു വരും, ചൈനീസ് കമാൻഡർമാരെ ഈ സൈന്യത്തിലുള്ളത്. അപ്പോൾ അത് മൊത്തത്തിലൊരു അഴിച്ചുപണി ചൈനയിൽ വ്യാപകമായി തന്നെ നടക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതിനകത്ത് പല അഭ്യൂഹങ്ങളുമുണ്ട്. ഇതിനകത്ത് ഈ ചൈനയിലെ ഷീ ജിൻപിങ്ങിന്റെ എതിരാളികൾ, അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ തന്നെയുള്ള എതിരാളികൾ കരുതുന്നത് ഷീ ജിൻപിങ് വന്നിട്ടൊരു നിയമം പാസ്സാക്കിയായിരുന്നു. അതായത് 2 തവണയെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ഉണ്ടാകും.
എന്ന് പറഞ്ഞിരുന്നു. അതാണ് നിയമം. അത് മൂന്നാമത്തെ തവണ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ എല്ലാവരും കരുതുന്ന ഈ 2027 പാർട്ടിയുടെ അടുത്ത ഈ എന്താണ് അവരുടെ പറയുന്നത് പോളിറ്റ് ബ്യൂറോ കൂടി അടുത്ത സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം പുതിയൊരു നിയമം ഭരണഘടന കൊണ്ടുവരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ചൈനയിലുള്ള. കാരണം ഇനി എന്റെ മരണത്തിന് അല്ലെങ്കിൽ ആയിരിക്കുന്ന പ്രസിഡന്റിന്റെ മരണശേഷം മാത്രമേ അടുത്ത ആളെ തിരഞ്ഞെടുക്കാൻ കഴിയൂ എന്ന്. അപ്പൊ അതിനെ തടയിടുക എന്നൊരു ലക്ഷ്യവുമായി അവിടെ വലിയ നീക്കങ്ങൾ നേരത്തെ മുതൽ നടക്കുന്നുണ്ട്. അതിനു മുൻപാണ് ഞാൻ മുൻ ചർച്ചകളിൽ പറഞ്ഞതുപോലെ 2027 ഒരു പ്രാധാന്യം വരുന്നത്. അപ്പൊ അതിനു മുമ്പ് ഷീ ജിങ് പിങ്ങിനെ സംബന്ധിച്ച് അദ്ദേഹം കരുത്തനായി മാറണമെങ്കിൽ ചൈനയെ സംബന്ധിച്ച് അവരുടെ എക്കാലത്തെയും വലിയ സ്വപ്നങ്ങളിൽ ഒന്ന് തായ്വാൻ പിടിക്കുക എന്നുള്ളതാണ്. ആ തായ്വാൻ പിടിച്ചെടുത്ത് തന്റെ അധികാരത്തിന് അതൊന്ന് ഉറപ്പിക്കുക. അതായത് ഇങ്ങനൊരു ഭരണഘടനാ ചേഞ്ച് അദ്ദേഹം കൊണ്ടുവരികയാണെങ്കിൽ, അങ്ങനെ വരുമെന്നാണ് ചില മാധ്യമങ്ങൾ പറയുന്നത്. കാരണം അത് വരുമെന്ന് പറഞ്ഞ് നമുക്ക് വിശ്വസിക്കാതിരിക്കാനും കഴിയില്ല. കാരണം അദ്ദേഹം ഒരു ഭരണഘടനാ ചേഞ്ച് കൊണ്ടുവന്നു. അവിടെ ഈ പാർട്ടി സെക്രട്ടറി ആണല്ലോ ഇവരുടെ പ്രസിഡന്റ്. അപ്പൊ 2 തവണ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നതൊക്കെ ഇനി പറ്റത്തില്ല എന്നൊരു നിയമം ഇദ്ദേഹം തന്നെ 2018 കൊണ്ടുവന്നതാണ്. അപ്പോ എല്ലാവരും പറയുന്നത് ഇത് കൊണ്ടുവന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി പുള്ളി തന്നെ തുടരാനുള്ള സാധ്യത, ഇനി അടുത്ത ഒരു നിയമം അതായിരിക്കും പുള്ളി കൊണ്ടിരുന്നെന്നുള്ളത്. അപ്പോ പുള്ളി അതിനു മുൻപ് തായ്വാനെ പിടിച്ചെടുക്കാനുള്ള ലക്ഷ്യവുമായിട്ടാണ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ തായ്വാനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഷിപ്പുകളും ഫൈറ്റർ ജെറ്റുകളും മറ്റുമൊക്കെ നിരത്തിക്കൊണ്ട് ഏത് നിമിഷം തായ്വാനെ പിടിച്ചെടുക്കുന്ന ഒരു പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് ഒരു വലിയ രീതിയിലുള്ള മൂവ്മെന്റ് നടക്കുന്നു. ഇത് ഒരു സൈഡ് നടക്കുന്നു. മറു സൈഡിലേക്ക് വരുമ്പോൾ സാമ്പത്തികമായി തന്നെ കുറെ പ്രതിസന്ധികൾ ഇപ്പോൾ ചൈന നേരിടുന്നുണ്ട്. കാരണം അവരുടെ റിയൽ എസ്റ്റേറ്റ് മേഖല പൊളിയുന്നു. രണ്ടാമത്തെ കാര്യം ഈ താരിഫിന്റെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ കുറെ അധികം ഇഷ്യൂസുകൾ ഉണ്ട്. കാരണം അവരുടെ ആയുധ വിപണി എന്ന് പറഞ്ഞാൽ അങ്ങനെ ലോകത്തെ നമ്പർ 1 ആയുധ വിപണിയൊന്നുമല്ല. അവർ ഈ ആയുധം കൊടുക്കുന്ന അവരുടെ ആയുധം ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യം പാകിസ്ഥാനാണ്. അങ്ങനെ ഈ അത്താഴ പട്ടിണിക്കാരും അങ്ങനെയൊക്കെ ഉള്ളവരാണ് ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. അപ്പൊ അതിന്റെയും ഒക്കെ പൈസ പിരിഞ്ഞ് കിട്ടണ്ടേ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ അധികം പ്രതിസന്ധികൾ നിൽക്കുന്നു. അവിടെ തൊഴിലാളികൾ അസ്വസ്ഥരാണ്. അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ, ധനുഷ് നേരത്തെ പറഞ്ഞ അവിടുത്തെ വിവരങ്ങളൊന്നും നമ്മൾ ആരും അറിയുന്നില്ല, പുറത്തു വരാനും സാധ്യതയില്ല. പക്ഷെ അവിടുത്തെ സമരങ്ങളൊക്കെ നടന്നിരുന്നു കുറച്ചു നാൾക്ക് മുമ്പ്. 1 വർഷം മുമ്പ് അവിടുത്തെ ബാങ്കുകൾ പൊട്ടി എന്ന് പറഞ്ഞിട്ട് ഈ ബാങ്കുകളുടെ മുമ്പിൽ ആളുകൾ സമരം ചെയ്യുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ താരിഫിന്റെ പ്രത്യാഘാതം എന്ന നിലയിൽ അവിടുത്തെ പല കയറ്റുമതി സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയി. അവിടുത്തെ ഒരുപാട് സ്റ്റാഫുകൾക്ക് ജോലിയില്ലാത്ത ഒരു സാഹചര്യം വരുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രതിസന്ധികളിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ചൈനയെ സംബന്ധിച്ച് ഇപ്പോൾ സഡനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം, അധികാര കൈമാറ്റം സുഗമമായി നടന്നില്ല എങ്കിൽ പക്ഷെ ഒന്നുകിൽ അധികാര കൈമാറ്റം എത്തുക, ചില പോളിസികളിൽ ചേഞ്ച് വരുത്തുക. അതല്ല എങ്കിൽ അധികാര കൈമാറ്റത്തിന് മുമ്പ് ഒരു വമ്പൻ അടി നടത്തുക. അതെന്തായാലും ഇന്ത്യയുമായിട്ട് അടിക്കാനുള്ള സാഹചര്യം വളരെ കുറവാണ്. സാധ്യത ഒട്ടുമേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ലക്ഷ്യം തായ്വാൻ. കാരണം ഇന്ത്യയെ ആക്രമിച്ച് പിടിച്ചെടുക്കുക എന്നുള്ളത് ചൈനയുടെ അജണ്ടയിൽ എങ്ങുമില്ല. പിന്നെ ഇന്ത്യയുമായിട്ടൊരു വാർ നടത്തി കുറെ കാലം നീണ്ടുപോവുക എന്നുള്ളതിനകത്ത് അത് അവരുടെ സാമ്പത്തിക രംഗം തകർക്കുകയുള്ളൂ. നേരെ മറിച്ച് തായ്വാനെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ വന്ന 2 ഗുണമുണ്ട്. തായ്വാനെ അവർ അറ്റാക്ക് ചെയ്ത് വലിയൊരു ഭാഗം ക്യാപ്ചർ ചെയ്യുകയോ അതിനൊരു അധീശത്വം സ്ഥാപിക്കുകയോ ചെയ്താൽ തായ്വാനിലടക്കമുള്ള കമ്പനികളുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ചൈനയുടെ സാമ്പത്തിക നിലയ്ക്ക് അവരുടെ കുറഞ്ഞ പക്ഷെ അവരുടെ ഓഹരികളിലെങ്കിലും വലിയ കുതിപ്പുണ്ടാക്കി എടുക്കാനായിട്ട് കഴിയും. അപ്പൊ ഇതാണ് അവർ ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യം. കാരണം തായ്വാൻ അങ്ങനെ ഒരു ചെറിയ ഒരു സംഭവം അല്ലല്ലോ, ഒരു ചെറിയ രാജ്യമല്ല. അപ്പൊ ആ ഒരു രീതിയാണ് അവർ മുൻപോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒരു എന്താ പറയുന്നത്, ഇപ്പൊ എന്റെ കയ്യിൽ ഇച്ചിരി പൈസ കുറവുണ്ട്, അപ്പൊ ഞാനൊരു ചെറിയ പൈസക്കാരനെ കൂടെ എന്റെ കൂടെ തൽക്കാലത്തേക്ക് കൂട്ടിക്കഴിഞ്ഞാൽ എന്റെ കാര്യങ്ങൾ സേഫ് ആയിട്ട് മുമ്പോട്ട് പോകും. വലിയ സമ്പന്നനല്ല അവര്, ചൈനയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. അവിടുത്തെ ഈ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് വിദേശ സ്ഥാപനങ്ങളും മറ്റുമൊക്കെയാണ്. അപ്പോൾ അവർക്ക് നിലനിൽക്കേണ്ടത് അനിവാര്യമാണ്. നമുക്കൊരു കോവിഡ് വന്നപ്പോഴത്തേക്കും ചൈനയിലുള്ള കമ്പനികളൊക്കെ കെട്ടി ഇന്ത്യയിലേക്ക് വന്നതാണ്. അപ്പൊ അതുപോലെ അവിടെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയാണെങ്കിൽ ഒന്നുകിൽ അവിടെ കമ്പനികളില്ലാതെ പോകും, അമേരിക്കക്ക് അവിടെ താല്പര്യം കുറഞ്ഞു തുടങ്ങും. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ അവരുടെ ഒരു എന്താ പറയുക, പണ്ട് മുതലേ ഉള്ള അവരുടെ ഒരു ഏറ്റവും വലിയ സ്വപ്നമാണ്. കാരണം ഇത് മംഗോളിയൻസ് ആണല്ലോ ഈ കിടക്കുന്ന മുഴുവൻ. അതായത് ചൈന തൊട്ട് തുടങ്ങി വളഞ്ഞ് തായ്ലാന്റ് ആയാലും മറ്റ് ഇടങ്ങളായാലും ഒക്കെ ഈ മംഗോളിയൻസിന്റെ ഒരു വിഭാഗമാണ്. അവർ ഒന്നിക്കണം എന്നുള്ളതാണ് ചൈനയുടെ എക്കാലത്തെ സ്വപ്നം. നമ്മളിപ്പോ ഈ നമ്മുടെ രാജ്യം എപ്പോഴും പറയില്ല, അഖണ്ഡ ഭാരതമാണ് നമ്മുടെ സ്വപ്നം. ഇതേപോലെ ഒരു സ്വപ്നം സൂക്ഷിക്കുന്നുണ്ട് ഇസ്രായേല്, ഗ്രേറ്റർ ഇസ്രായേൽ. അങ്ങനെ എല്ലാവരും സൂക്ഷിക്കുന്ന ഒരു സ്വപ്നം. അപ്പൊ ചൈന സൂക്ഷിക്കുന്ന സ്വപ്നം മംഗോളിയൻസ്. അപ്പൊ അത് വരുമ്പോൾ അതിനകത്ത് വേറെ പ്രശ്നം കൂടെ ഉണ്ട്. അതിനകത്ത് അരുണാചൽ പ്രദേശൊക്കെ വരും, അരുണാചൽ പ്രദേശ് വരും, ടിബറ്റ് വരും. ഇങ്ങനെ കയറി അത് പോകുന്നത്. അത് കയറിയിട്ട് ആ ഒരു റൂട്ടിലുള്ള കുറെ രാജ്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇവർ കാണുന്ന ഗ്രേറ്റർ ചൈന എന്ന് പറയുന്ന അവരുടെ മംഗോളിയൻ സാമ്രാജ്യം തിരിച്ചു വരുന്നു എന്നുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് തായ്വാൻ അവരുടനെ തന്നെ അറ്റാക്ക് ചെയ്യും എന്നെല്ലാവരും പറയാൻ കാര്യം. നാറ്റോ മേധാവി മാർക്കോ റുട്ടെ പറഞ്ഞത് അത് 2027 മുമ്പ് സംഭവിക്കും. അതാണ് ഈ 2022 പ്രാധാന്യം. അതാണ് എല്ലാം കൊണ്ട് 2027. ഇതാണ് ഇതിന്റെ ഒരു ഭാഗം. ഇനി മറുഭാഗം ധനുഷ് പറഞ്ഞതുപോലെ ഒരുപക്ഷെ അദ്ദേഹം രോഗാതുരനാകാം, ഇല്ലെങ്കിൽ
അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും പ്രശ്നമാകാം. ഇനി മുൻഗാമിയെ പോലെ, അതായത് മുൻ പ്രസിഡന്റിനെ പോലെ ഇദ്ദേഹത്തെ പുറത്താക്കിയോ എന്ന് നമുക്കറിയില്ല. കാരണം അന്നും അവരിത് പുറത്താക്കിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയൊക്കെ ഈ രീതികൾ ഒരുപോലെയാണ്. അത് കേരളത്തിലായാലും മറ്റേ പിന്നെ ചൈനയിലായാലും ഒക്കെ രീതികളൊന്നാണ്. പാർട്ടികൾ വ്യത്യസ്തമാണെങ്കിൽ പോലും പുറത്താക്കുന്ന ഒക്കെ ഈ അകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തറിയാറില്ല. പക്ഷെ ഇപ്പം നമ്മുടെ കേരളത്തിൽ CPM-നകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പൊ അറിയാറുണ്ടല്ലോ. ഇപ്പൊ അതേപോലത്തെ അവസ്ഥയിലേക്ക് ചൈനയും എത്തി. പഴയതുപോലെ അവർക്ക് എല്ലാം ഇങ്ങനെ ഒരു ഉരുക്കു കൂട്ടിനകത്ത് അടച്ചു വെക്കാൻ കഴിയില്ല. ഇപ്പൊ കുറേശ്ശെ റിപ്പോർട്ടുകൾ പോകുന്നില്ലെങ്കിൽ പിന്നെ നമ്മളിരുന്ന് ഇങ്ങനെ സംസാരിക്കാനുള്ള വിഷയം കാണില്ലായിരുന്നു, ഇല്ലെങ്കിൽ അതിനുള്ള കണ്ടന്റ് അതിലുണ്ടാകുമായിരുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോരുന്നുണ്ടോന്നാണല്ലോ ലോകം പറയുന്നത്. ഇപ്പൊ അവിടെ നടക്കുന്നത് കുറെ കമാൻഡർമാരെ കാണുന്നില്ല, കുറെ കമാൻഡർമാരെ മാറ്റിയിട്ടുണ്ട്. ഇത് ആര് മാറ്റി, എന്തു മാറ്റി എന്നറിയില്ല. പിന്നെ മറ്റൊരു വാർത്ത വരുന്നത്, ഈ ഷീ ജിൻ പിങ്ങിന് ആഗ്രഹം തന്റെ പിൻഗാമിയായിട്ട് അവരൊരു ടെക്നോക്രാറ്റ് ഉണ്ട്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, അയാളെ കൊണ്ടുവരണമെന്നാണ് ആഗ്രഹം. എന്നാൽ ഇത് ഈ ഷീ ജിൻ പിങ്ങിന്റെ എതിരാളി ഈ പാർട്ടി തന്നെ ഉണ്ട്. അയാൾ ഒരു ശക്തനായ ഒരു ബിസിനസ്സുകാരനാണ്. അയാളും ഇതിനകത്ത് ഈ പ്രസിഡന്റ് പദവി നോട്ടമിടുന്ന ആളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇഷ്യൂസുകൾ ഒരു സൈഡ് നമ്മൾ വിചാരിക്കുന്നത്, പുറമെ നോക്കുന്നത് ചൈന എല്ലാം സേഫാണ് എന്നുള്ള ധാരണയിലല്ല. കുറെ നാളുകളായിട്ട് അവിടെ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. ഒരു രാജ്യമാണ്, നമുക്കറിയാം, വലിയൊരു രാജ്യമാണ്. അതിപ്പോ ഒരു പാർട്ടി ആയാലും എന്താ തന്നെ ആയാലും പ്രശ്നങ്ങൾ ഉണ്ടാകുക സ്വാഭാവികം മാത്രമാണ്. അങ്ങനെ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് ചൈന കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചൈന ആവശ്യമില്ലാത്തടത്ത് കയറി ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നില്ല, ആവശ്യമില്ലാത്തടത്ത് കയറി ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ അവരെന്തുകൊണ്ട് റഷ്യയെ സഹായിക്കുന്നു എന്ന് ചോദിച്ചാൽ, ചൈന ഭയക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. റഷ്യ ഈ വാറിൽ വീണുപോയാൽ ഉറപ്പായും ഈ അമേരിക്കൻ സഖ്യകക്ഷികളും അടുത്ത ലക്ഷ്യം വെക്കുന്ന ചൈനയായിരിക്കും. അത് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് റഷ്യ വീണുപോകാതിരിക്കാനാണ് അവര് ചൈന ഈ തുണ കൊടുക്കുന്നത്. റഷ്യയെ സംബന്ധിച്ച് കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് കയറി നേരിട്ട് യുക്രൈനെ അടിച്ച് തീർക്കാൻ കഴിയില്ല അവരുടെ കയ്യിലുള്ള വിമാരക വെപ്പൺസ് വെച്ച്. അതിനവർക്ക് ഒരുപാട് എന്താ പറയുക വൈകാരികമായ പ്രശ്നങ്ങളാണ്. അവരിപ്പോൾ വേറൊരു രാജ്യമായിരുന്നുവെങ്കിൽ, അമേരിക്ക ആയിരുന്നെങ്കിൽ പോലും അവർക്കത് ചെയ്യാൻ പറ്റുമായിരുന്നു, UK ആണെങ്കിൽ അവർക്കത് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവർക്ക് അത് ചെയ്യാൻ പറ്റും. കാരണം വൈകാരികമായ കുറെ, നമ്മൾ കരുതുന്നത് നമുക്കാണ് ഈ ബന്ധങ്ങളൊക്കെ കൂടുതൽ മൂല്യം കൽപ്പിക്കുന്നത്. പക്ഷെ ഇങ്ങനെയുള്ളവരും അത് കൽപ്പിക്കുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പൊ അത്രയും നാള് റഷ്യയെ അടിച്ചു നിൽക്കാനായിട്ടുള്ള വെപ്പൺസും മറ്റു കാര്യങ്ങളും നമുക്ക് കാരണം ചൈനയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്. ചൈന തായ്വാൻ ആക്രമിക്കുമ്പോൾ റഷ്യ നാറ്റോ സഖ്യങ്ങളെ ആക്രമിച്ച് നാറ്റോ സഖ്യങ്ങളുടെ മുഴുവൻ ശ്രദ്ധ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക. അതായത് പസഫിക് മേഖലയിൽ ഈ നാറ്റോ സഖ്യത്തെ കെട്ടിയിടുക. ആ സമയം കൊണ്ട് തായ്വാൻ പൂർണ്ണമായി ചൈന കീഴ്പ്പെടുത്തുക. ഇതാണ് ചൈനയുടെ സ്വപ്നം എന്നാണ് മാർക്ക് റുട്ടെ പറയുന്നത്. ചിലപ്പോൾ ഏകദേശം അത് ശരിയാകാൻ സാധ്യതയുണ്ട്. ഏതായാലും ചൈനീസ് പ്രസിഡന്റിനെ സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് ഇനി അധിക ദിവസം ആയുസ് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇന്ന് അവരുടെ വേറൊരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. പ്രസിഡന്റിന്റെ അല്ല, ചൈനയുടെ എന്നും പറഞ്ഞിട്ടാണ് അത് പുറത്തു വന്നിരിക്കുന്നത്. ഈ ട്രംപ് ഈ ബ്രിക്സ് രാജ്യങ്ങൾക്ക് ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കൊക്കെ 10% നിങ്ങൾ താരിഫ്. അപ്പം ചൈനയാണ് അതിൽ ആദ്യം പ്രതികരിച്ചൊരു വലിയ രാജ്യം. ചൈന പറഞ്ഞിരിക്കുന്നത്, ഇതുകൊണ്ട് നിങ്ങളൊരു നേട്ടം ഉണ്ടാക്കാൻ പോകുന്നില്ല, ആർക്കും ഇത് ലാഭം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഓർത്തിരുന്നു നല്ലതാണെന്ന് പറഞ്ഞിട്ട്. അത് ചൈനീസ് പ്രസിഡന്റ് അല്ല അത് കൊടുത്തിരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന കാര്യങ്ങളോ പോലും ചൈനീസ് മുഖപത്രത്തിൽ പോലും ഇല്ല. പിന്നെ ഈ അവരുടെ പാർട്ടി ഘടകം എന്ന് പറഞ്ഞാൽ അവരുടെ സേനയും പാർട്ടി ഘടകമാണ്. ഈ അവരുടെ സൈന്യം എന്ന് പറയുന്നത് അതും അവരുടെ ഈ പാർട്ടിയുടെ ഒരു ഘടകമാണ്. അതെല്ലാം ഈ പാർട്ടിയുടെ ഓരോരോ ഘടകങ്ങളായിട്ടാണ് അത് ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ സിസ്റ്റം അങ്ങനെയാണ് അതിന്റെ. എന്തായാലും ചൈനയിൽ അധികാര കൈമാറ്റം എന്നുള്ള റിപ്പോർട്ടുകൾ ആധികാരികമായിട്ട് വരുന്നു. ഷീ ജിൻപിങ് എവിടെയാണെന്ന് അറിയില്ല. വരുന്ന ദിവസം അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അറിയാനായിട്ട് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ ചൈന അത് പുറത്തു വിടാതിരിക്കാനും മതി. നമ്മൾ ലഡാക്കിൽ ഗാൽവാനിൽ നമ്മുടെ സൈനികർ ചൈനയുമായിട്ടൊരു ഏറ്റുമുട്ടൽ നടത്തിയല്ലോ. ആ സമയത്ത് ചൈനീസ് സൈനികർ കുറേ എണ്ണം നമ്മുടെ സൈനികർ അവരെ തട്ടിക്കളഞ്ഞു എന്നുള്ള റിപ്പോർട്ട് വന്നു. അതായത് നമ്മുടെ സൈന്യത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു 20-40 ആൾക്കാരാണ് വീരമൃത്യു വരിച്ചത്. എന്നാൽ അപ്പുറത്ത് അതിലും വലിയ 22 പേര്, അതിലും വലിയ ഡാമേജ്, 100ഓളം സൈനികരെ അപ്പുറത്ത് നമ്മൾ തട്ടിയെന്ന് റിപ്പോർട്ട്. പക്ഷെ അത് ഇതുവരെ ചൈന എത്രയാണെന്ന് പോലും ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. ഗ്ലോബൽ ടൈംസ് ഒക്കെ വലിയ രീതിയിൽ വായ്ത്താളം ആ സമയത്ത് അടിക്കുന്നുണ്ട്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ അറിയാതിരുന്നാലും മതി, പുതിയ പ്രസിഡന്റ് വന്നാലും മതി. കാണാം. താങ്ക് യു വിജിറ്റ്.